കൂട്ടുകാർക്ക് നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ ആദർശിന്റെ നയനയുടെയൊക്കെ ഇന്നത്തെ ഒരു അടിപൊളി വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ. ഇന്നത്തെ വിശേഷത്തിൽ കാണിച്ചിരിക്കുന്ന നന്ദുവിന് സഹിച്ചില്ല. അനാമികയും അനു ഒപ്പം നിൽക്കുന്ന അവരുടെ ഡാൻസും പാട്ടും ഒക്കെ ആയി കഴിഞ്ഞപ്പോഴത്തേനും നന്ദുവിന് അവിടുന്ന് എങ്ങനെയും രക്ഷപ്പെട്ടൊന്ന് വീട്ടിലേക്ക് പോയാൽ മതിയെന്നോ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ നന്ദു മാറി നിൽക്കുന്ന സമയത്ത് കനക അങ്ങോട്ട് വന്നു. കനക വന്നിട്ട് എന്താ നന്ദു ഇത്, നീ എന്താ ഇങ്ങനെ നിൽക്കുന്നേ, അങ്ങോട്ട് വന്നേ, അവിടെ എല്ലാരും ഇരിക്കുന്ന കണ്ടില്ലേ എന്ന് ചോദിക്കണം. അമ്മ ഞാൻ വരുന്നില്ലമ്മേ, എനിക്ക് വീട്ടിൽ പോയാൽ മതി എന്ന് പറയാം. വീട്ടിൽ പോകാൻ ഇപ്പോഴോ? ദേ നല്ല കഥയായി. അതെ, അവിടെ പൂജയൊക്കെ നടന്നുകൊണ്ടിരിക്കല്ലേ, ഇപ്പൊ നീ എങ്ങനെ വീട്ടിൽ പോകണമെന്ന് ചോദിക്കും. അമ്മ എനിക്ക് നന്നായിട്ട് തലവേദന എടുക്കുന്നുണ്ട്, എനിക്ക് വീട്ടിൽ പോയി കിടക്കണമെന്ന് പറയാം. ഒരു കാര്യം ചെയ്യും, നീ ഇവിടെ റെസ്റ്റ് എടുക്കാൻ പറയണം. ഇല്ല അമ്മേ, എനിക്ക് ഇവിടെ വന്ന തലവേദന ഇനി കൂടത്തുള്ളൂ. നന്ദു, നിനക്ക് വേറെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എനിക്ക് വേറെ ഒരു പ്രശ്നവും, എനിക്ക് വീട്ടിൽ പോയി കിടന്നാൽ മാത്രം മതി. അതെന്താ മോളെ നീ ഇങ്ങനെ പറയണേ? ഒരു കാര്യം ചെയ്യാം, അമ്മ അച്ഛനും ഇവിടെ നിന്നു, ഞാൻ പൊക്കോളാം അങ്ങോട്ടെന്ന് പറയണം. അതെ, അപ്പൊ ഇവരൊക്കെ ചോദിച്ചാൽ ഞാൻ എന്ത് മറുപടി പറയും? അമ്മ ആര് ചോദിക്കാനാ, ആരും അത് ശ്രദ്ധിക്കുന്നൊന്നുമില്ല ഈ സമയത്ത് എന്ന് പറഞ്ഞ് നന്ദു അങ്ങോട്ട് പോകണം. കനകയാണ് എന്ത് മറുപടി പറയും നയനയോടെന്ന് ഓർത്തോണ്ട് അകത്തേക്ക് കയറി വരുവാണ്. ഈ സമയത്ത് മുത്തശ്ശി ചോദിച്ചു, അല്ല നന്ദു എന്തേന്ന് ചോദിക്കണം കനകയോട്. അയ്യോ, അവക്കൊരു തലവേദന പോലെ അവൾ അങ്ങ് പോയെന്ന് പറയാണ്. അതെങ്ങനെ ശരിയോ? പ്രസാദം പോലും കഴിച്ചില്ല, പ്രസാദവും കഴിച്ചില്ല, ഫുഡും കഴിച്ചില്ല. പിന്നെയോ? അതെ, അതൊന്നും കുഴപ്പമില്ല മുത്തശ്ശി, അവിടെ ചെന്ന് കഴിയുമ്പോൾ ഞാൻ അവൾക്ക് ഉണ്ടായി കൊടുത്താളാ ഫുഡെന്ന് പറയാണ്. പിന്നീട് കനക അങ്ങോട്ട് കയറി പോവാണ്. ഇതിന് ശേഷം എന്ന് പറഞ്ഞാൽ ജാനകി പ്രസാദം ഒക്കെ എല്ലാം ഇത് കൂട്ടുവാണ്. പൂജ എല്ലാം കഴിഞ്ഞതിന് ശേഷം പ്രസാദം എല്ലാം കുഴച്ച് വെക്കുമ്പോഴത്തേനും നയനെ അങ്ങോട്ട് വന്നു. അതെ, ഞാനോട് സഹായിക്കാം ചെറിയമ്മേന്നുണ്ട്. വേണ്ട വേണ്ട, നീ സഹായിക്കണ്ട, നീ ഒരു കാര്യം ചെയ്യ, ഈ പ്രസാദം കുറച്ച് എടുത്തോണ്ട് ഇതേ ആദർശം അവിടെ നിന്ന് കഴിക്കുന്നുണ്ട്, ആദർശിന്റെ അടുത്തേക്ക് ചെല്ലാൻ പറയണം, നീ അവിടെ പോയി ഇരുന്നോളാൻ പറയാണ്. അങ്ങനെ നയനെ കുറച്ച് പ്രസാദം എടുത്തോണ്ട് ആദർശിന്റെ അടുത്തേക്ക് പോയിരിക്കുക. അപ്പൊ ആദർശം ഒന്ന് ചോദിച്ചു, നീ അതെന്ത് പരിപാടി കാണിക്കുന്നത്? ഇതേ ബാക്കി ആർക്കും പ്രസാദം കൊടുത്തിട്ടില്ല, ഇതന്നെ നിനക്ക് ഇത്രയ്ക്ക് വിശപ്പാണോ? നീ ആദ്യം വന്നിരുന്ന് കഴിക്കണേന്ന് ചോദിക്കണം. ആദർശേട്ടാ, ഞാൻ മനഃപൂർവ്വം ചെയ്തൊന്നും അല്ല, ഇത് ചെറിയമ്മ എൻ്റെ കയ്യിൽ അടിച്ചേപ്പിച്ച സാധനമോ, എന്നോട് വന്ന് കഴിക്കാൻ പറഞ്ഞിട്ടാ ഞാൻ വന്നിരുന്നത്. ഓ, ഇനിയിപ്പൊ അത് പറഞ്ഞാൽ മതിയല്ലോ, എന്ത് പറഞ്ഞാലും ഒരു മുട്ടായി ന്യായമുണ്ട് അവക്ക്. എല്ലാരും നോക്കിയിരിക്കുന്ന കണ്ടില്ലേ, എന്നിട്ട് അവൾ ആദ്യം കഴിക്കാൻ വന്നിരിക്കുന്നു പറയണം. അതെ, ആദർശേട്ടൻ എന്തെങ്കിലും സംശയം ഉണ്ടോ? ഇപ്പൊ ഞാൻ ചെറിയമ്മയോടെ വിളിച്ചു ചോദിക്കാം എന്ന് പറഞ്ഞ് ചെറിയമ്മേന്ന് അവിടെ കിടന്ന് വിളിക്കുവാണ്. ആദർശ് പെട്ടെന്ന് നയനയുടെ വായം കൂടി പൊത്തി. ചെറിയമ്മ നാളെ വെളിയായിട്ട് കഴിഞ്ഞപ്പോൾ എല്ലാവരും പെട്ടെന്ന് അങ്ങോട്ട് നോക്കി. അപ്പൊ ആദർശ് നയനയുടെ വാ പൊത്തി പിടിച്ചേക്കുന്ന കണ്ടേ. ഇവരെല്ലാരും കൂടെ നോക്കിയപ്പോഴത്തേനും അതൊക്കെ ആദർശ് കയ്യങ്ങ് എടുത്തു. മുത്തശ്ശി ചോദിച്ചു, നീ എന്താണ് മോനെ കാണിക്കുന്നത്? നീ എന്തിനാ അവളുടെ വാ പൊത്തിയെന്ന് ചോദിക്കണം. അല്ല മുത്തശ്ശി, അത് എന്താ കാര്യം? അവൾ എന്തേലും പറയാൻ വന്നപ്പോ നീ വാ പൊത്തിയതാണോ? അല്ല, അവൾക്ക് മധുരം ഭയങ്കര ഇഷ്ടമായതുകൊണ്ടേ അവൾ എന്റെ പാത്രത്തിനകത്തുനിന്ന് മുന്തിരിങ്ങയൊക്കെ എടുത്ത് തന്നു, അപ്പൊ ഞാന് അതെടുക്കാതിരിക്കാൻ വേണ്ടി ചെയ്താന്ന്. ഓഹോ, അങ്ങനെ. അതോ ഇനിയിപ്പൊ നീ അവളെ കൂട്ടിയതാണോ എന്ന് മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട്. ആദർശന്റെ ഒരു ചമ്പലും ഉണ്ടായി ആദർശൻ നയനെ. പെട്ടെന്ന് ആദർശൻ അങ്ങനെയൊന്നും ഇല്ലാന്ന് പറയണേ. ദേവേനയുടെ മുഖം അങ്ങോട്ട് മാറി. ജലജ ദേവേനെ നോക്കാണ്. കണ്ടോ ഏട്ടത്തി, കണ്ടോ, കിട്ടിയ അവസരം പാഴാക്കുന്നില്ല. രണ്ടുപേരും എവിടെയാളും പരിസര ബോധം ഇല്ലാതല്ലേ രണ്ടും കൂടി ഇരിപ്പും മട്ടും. വേറെ ആൾക്കാരുണ്ടെന്നൊരു ചിന്ത പോലും ഇല്ലെന്ന് പറയണം അവർക്ക്. പിന്നീട് കാണിക്കുന്ന എല്ലാവരും ആഹാരം എല്ലാം കഴിച്ച് പോകാൻ തുടങ്ങാണ്. അപ്പൊ അനാമികയുടെ അച്ഛനും അമ്മയും എല്ലാവരും വന്നിട്ട് മുത്തശ്ശനോടും മുത്തശ്ശിയോടും എല്ലാവരോടും അനുവാദമൊക്കെ വാങ്ങിച്ചിറങ്ങാൻ തുടങ്ങുമ്പോഴത്തേനും അനാമയോട് എന്തേ മുത്തശ്ശന്റെ അനുഗ്രഹം വരാൻ പറയാണ്. അങ്ങനെ അനാമിക വന്നിട്ട് അവരുടെ രണ്ടുപേരെ കാൽ തൊട്ട് വന്ദിച്ചിട്ട് അങ്ങോട്ട് പോവുകയാണ്. അങ്ങനെ അവർ ട്രിപ്പ് അങ്ങോട്ട് പോയി. പിന്നീട് കനകയും ഗോവിന്ദനും കൂടെ വരുവാണ്. ആദർശനോടും മുത്തശ്ശിയോടൊക്കെ യാത്ര വേണം. എന്നിട്ട് ആദർശന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, മോനെ നീ കാരണമാണ് ഇന്ന് ഈ പ്രമാണം തിരിച്ചു കിട്ടിയേക്കുന്നത്, ഇതിന് നന്ദി എങ്ങനെ പറയണമെന്ന് എനിക്കറിയില്ല. നീ എന്നെ മോനായിട്ടല്ല, നല്ല മരുമോനായിട്ടല്ല, സ്വന്തം മോനായിട്ട് തന്നെ കണ്ടേക്കുന്നത്. ഇനി ഇങ്ങനെ തന്നെ വേണം, നിങ്ങൾ സന്തോഷത്തോടുകൂടി ജീവിക്കണം. ഇന്നത്തെ നയനയുടെ ആദർശന്റെ ഒക്കെ പ്രകടനം കണ്ടു കഴിഞ്ഞപ്പോൾ അവര് തെറ്റിദ്ധരിച്ചു, ഇവര് തമ്മിൽ ഭയങ്കര ഇഷ്ടത്തിലാന്നുള്ള. നയനയ്ക്ക് ഇഷ്ടമാണ്, പക്ഷെ ആദർശന് അങ്ങനെയല്ലല്ലോ. അപ്പൊ അങ്ങനെയൊക്കെ തെറ്റിദ്ധരിച്ചുകൊണ്ടാണ് അവരിങ്ങനെയൊക്കെ പറയുന്നത്. പിന്നീട് നന്നായി വരട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അനുഗ്രഹിച്ചിട്ടാണ് അവർ രണ്ടുപേരും പോകുന്നത്. പോകാൻ തുടങ്ങുമ്പോഴത്തേനും നവ്യനെ നോക്കുന്നുണ്ട്. നവ്യ മൈൻഡ് ചെയ്യാൻ നിൽക്കുകയാണ്. പിന്നെ നവ്യയുടെ അടുത്തേക്ക് പോയൊന്നും പറയാനോ ഒന്നും നിൽക്കുന്നില്ല. കനയും ഗോവിന്ദനും അങ്ങോട്ട് പോവുകയാണ് ചെയ്തത്. ഇവരെല്ലാം കൂടെ പോയി കഴിഞ്ഞപ്പോഴത്തേനും നയന എന്ത് ചെയ്യുവാണ്, നയനയ്ക്ക് ആ പേപ്പർ എങ്ങനെയും ഒന്ന് വായിച്ചേ പറ്റുള്ളൂ. ആദർശ് എന്താ അതിനകത്ത് എഴുതിയെന്ന് അറിയണം. അതിന് വേണ്ടിയിട്ട് നയന എന്ത് ചെയ്യുവാണ്, പെട്ടെന്ന് ആ സൈഡിലേക്ക് അങ്ങോട്ട് പോയി മാറി നിൽക്കുവാണ്. പുറത്തെ പുൽത്തകടിയിലേക്ക് പോയി മാറി നിന്നു. വായിക്കാനായിട്ട് അതിങ്ങ് എടുക്കാൻ പറയുമ്പോൾ നയനേന്നൊരു വിളിയായിരുന്നു. നോക്കിയപ്പോൾ ആദർശ് വരുന്നുണ്ട്. പെട്ടെന്ന് നയന ഏതാ സാരിത്തുമ്പിന്റെ അടുത്തേക്ക് അങ്ങ് മാറ്റി അങ്ങോട്ട്. അല്ല, നീ എന്ത് പരിപാടി നീ ചെയ്തേന്ന് ചോദിക്കുകയാണ്. ഞാൻ എന്ത് പരിപാടി ചെയ്തേ? അല്ല, അവിടെ വെച്ചേ ഇപ്പൊ എല്ലാവരുടെ മുന്നിൽ ഞാൻ ആകെപ്പാടെ നാണം കിട്ടു പോയില്ലേ. നിനക്ക് അവിടെ വന്ന് കഴിക്കാനിരിക്കേണ്ട വല്ല ആവശ്യം ഉണ്ടായിരുന്നു, അതുകൊണ്ടല്ല അങ്ങനെയൊക്കെ സംഭവിച്ചേ. നിന്റെ വാ പൊത്താണ്ട് വന്നേ. അപ്പൊ എല്ലാരും എന്താ വിചാരിച്ചേ, ഞാനും ദീനും തമ്മിൽ ഭയങ്കര സ്നേഹമാന്ന്. പക്ഷെ അങ്ങനെയൊന്നും അല്ലല്ലോ, നമ്മൾ തമ്മിൽ സ്നേഹമൊന്നും അല്ലല്ലോ, ഇഷ്ടവും ഇല്ല. അത് എല്ലാവരുടെ മുന്നിൽ വെറുതെ അഭിനയിച്ചുകൊണ്ടിരിക്കുവല്ലേ.
എല്ലാവരുടെയും വിചാരം നമ്മൾ തമ്മിൽ ഇപ്പോഴും ഭയങ്കര പ്രേമമാണ്. അല്ല അങ്ങനെയല്ലേ ആദർശേട്ടാന്ന് ചോദിക്കുകയാണ്. ആദർശേട്ടൻ എന്നെ ഇഷ്ടമില്ലേന്ന് ചോദിക്കുകയാണ്. ഇത്രയും നാളും ആദർശേട്ടൻ ഇഷ്ടമുണ്ടെന്ന് പറഞ്ഞാലോ എൻ്റെ ഒപ്പം നിന്നെ, പെട്ടെന്ന് എന്താ ഇപ്പൊ ഇങ്ങനെയൊക്കെ പറയണേ? ആദർശേട്ടൻ എന്ത് പറ്റിയത്? ചില സമയത്ത് ഇങ്ങനെയൊക്കെ പറയും, തിരിച്ചും മറിച്ചും പറയുന്നേ, എന്താ സംഭവിച്ചതെന്ന് ചോദിക്കണം. പെട്ടെന്ന് ആദർശ അബദ്ധം മനസ്സിലെന്നേ. ആദർശ അയ്യോ അത് ഞാൻ അങ്ങനെ ഉദ്ദേശിച്ച് പറഞ്ഞല്ല, എല്ലാവരുടെയും മുന്നിൽ നാണം കെട്ടോണ്ടുള്ള സങ്കടം കൊണ്ട് പറഞ്ഞ, അവരൊക്കെ എന്ത് വിചാരിച്ചു കാണും, അതുകൊണ്ട് ഞാൻ പറഞ്ഞ, വേറൊന്നും ഞാൻ വിചാരിച്ചില്ലെന്ന് പറയണം. ശരി ശരി, ആയിക്കോട്ടെ ആയിക്കോട്ടെ. ഓഹ് ഒരു വിധത്തിൽ ആദർശ് രക്ഷപ്പെട്ടെന്ന് പറഞ്ഞു ഇങ്ങോട്ട് മാറുവാണ്. ഇവളുടെ അടുത്ത് എന്തേലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾക്ക് നൂറ് ചോദ്യങ്ങളായിരിക്കും. ഇവളുടെ അടുത്തൊന്ന് രക്ഷപ്പെടാൻ ഭയങ്കര ബുദ്ധിമുട്ടാ എന്ന് പറഞ്ഞ് ആദർശ് മുറിയിലേക്ക് പോവാണ്. നയനെ എന്ത് ചെയ്യുവാണ്? ആദർശ് പോയ സമയത്ത് തന്നെ മനസ്സിൽ പറയാം, അല്ലേലും അതെ എന്തേലും നിസാര കാര്യം മതി എപ്പോഴും ഇങ്ങനെ കുത്തി കുത്തി പറഞ്ഞുകൊണ്ട് ഇങ്ങോട്ട് വരും, ഒന്നും മനസ്സിലിരിക്കില്ലെന്ന് പറഞ്ഞുകൊണ്ട് നയനെയൊക്കെ ഒരു ചിരിയൊക്കെ ചിരിച്ചിട്ട് ആദർശ് എഴുതിയ പേപ്പർ അങ്ങോട്ട് വായിക്കാനായിട്ട് അങ്ങ് തുടങ്ങുവാണ്. ആദ്യത്തെ സെന്റൻസ് വായിച്ചപ്പോൾ തന്നെ നയനയ്ക്ക് എന്തോ ഒരു പന്തികേട് തോന്നി. പിന്നീട് ആദർശ് എഴുതിയേക്കെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, മുത്തശ്ശന് വേണ്ടി മുത്തശ്ശന്റെ അസുഖം വന്നപ്പോൾ ഒരു സത്യവാക്ക് ഞാൻ മുത്തശ്ശന് കൊടുത്തു, അതിന് വേണ്ടിയിട്ടാണ് ഞാൻ നയനയെ സ്നേഹിക്കുന്നതായിട്ട് അഭിനയിക്കുന്നത്. എനിക്ക് അവളോട് സ്നേഹമൊന്നുമില്ല, പക്ഷെ ഇപ്പം ഞാൻ അവളെ ചതിച്ചോണ്ടിരിക്കുക. ഏതെങ്കിലും ഒരു കാലത്ത് അവൾ അറിയും ഞാൻ അവളെ സ്നേഹിക്കുന്നില്ലെന്ന്. എനിക്കൊരു കുറ്റബോധം കാണും, എനിക്ക് ഇരിക്കാൻ പറ്റുന്നില്ല ഭഗവാനെ, നീ എന്തെങ്കിലും ഒരു വഴി എനിക്ക് കാണിച്ചതായിട്ട്. ഇങ്ങനെയൊക്കെ പറഞ്ഞ ഒരു നീണ്ട കത്ത് തന്നെ എഴുതിയേക്കുക. നയനയ്ക്ക് നിന്നോളം തന്നെ കറങ്ങുന്ന പോലെ ഒരു ഫീലിംഗ് ഉണ്ടാകുന്നത്. കണ്ണ് രണ്ടും നിറഞ്ഞൊഴുകുക. എവിടെയാ നിൽക്കുന്നത് എന്താന്ന് ഒരു നിമിഷത്തിന് സ്ഥലകാലം ബോധം പോലെ നയനയ്ക്ക് പോയി. അപ്പൊ ഇത്രയും കാലം ആദർശേട്ടൻ തന്നെ പറ്റിക്കുമായിരുന്നോ? മുത്തശ്ശിന് വേണ്ടിയിട്ടാണോ ആദർശേട്ടൻ സ്നേഹം അഭിനയിച്ചേ? അങ്ങനെ ഒരു ചിന്ത നയനയുടെ ഉള്ളിലുണ്ടാവുകയാണ്. പിന്നീട് നയന ഇങ്ങനെ ഓർക്കോ മനസ്സിക്കടെ, ആ കോല വിട്ടുകൊണ്ട സമയത്ത് മുത്തശ്ശൻ വന്ന് ഇപ്പൊ ആദർശം നല്ല കോലമാന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞതും, പിന്നീട് ഓരോ സമയങ്ങൾ തന്നെ എടുത്തു പൊക്കി വട്ടം കറക്കിയതും, എല്ലാവരും അമ്മേനെ തന്നെ അടിക്കാൻ തുടങ്ങിയ സമയത്ത് ആ കൈ കയറി തടഞ്ഞതും, മുത്തശ്ശന് മുന്നിൽ വെച്ച് തന്നെ പുകഴ്ത്തി പറഞ്ഞു. അങ്ങനെ ഓരോ സംഭവങ്ങൾ, സ്നേഹപ്രകടനങ്ങൾ, ആദർശിന്റെ എല്ലാ സ്നേഹപ്രകടനങ്ങളും നയനയുടെ മുന്നിൽ കൂടെ കടന്നു പോവാ. ഈ അവസാനം നടന്ന മത്സരത്തിൽ പോലും ആദർശനെ കെട്ടിപ്പിടിച്ചൊക്കെ ആ ചിന്തകളൊക്കെ നയനയുടെ ഉള്ളിലിടാകുമ്പോഴത്തേനും നയനയ്ക്ക് എന്ത് ചെയ്യണം എന്തോ പറയണമെന്നൊന്നും അറിയത്തില്ല. നയന ഒന്നും മിണ്ടാതെ പതുക്കെ അവിടെ നിന്ന് നടക്കുവാണ്. അങ്ങനെ എങ്ങോട്ടൊന്നില്ല നയന ഇങ്ങോട്ട് നടക്കുക. പിന്നീട് കാണിക്കുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ കുറെ സമയമായിട്ട് നയന മുറിയിലേക്ക് വരുന്നില്ല. ഇവളെന്താ ഇത്ര സമയമായിട്ടും വരാത്തെ? രാത്രി ആയല്ലോ എന്ന് ഓർത്ത് ആദർശ നയനെ വിളിക്കുന്നുണ്ട്. പക്ഷെ ബാത്റൂമിലാണെന്ന് ഓർത്തണം ഇരുന്നേ. പക്ഷെ എന്നിട്ട് ബാത്റൂമിലൊന്നും ഇല്ല. അപ്പൊ ഇവളിത് എവിടെ പോയി എന്നോർത്തോട് പുറത്തേക്ക് ഇറങ്ങുവാണ്. നേരെ അടുക്കളയിൽ നോക്കാം, ചിലപ്പോൾ അവിടെ എന്തെങ്കിലും പാത്രമൊക്കെ കഴുകിക്കൊണ്ടിരിക്കുന്നുണ്ടായിരിക്കും. അങ്ങനെ അടുക്കളയിലേക്ക് വന്നപ്പോഴത്തേനും അവിടെ ജാനകി അവിടെ അടിച്ചൊക്കെ വാരിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അയ്യോ ചെറിയമ്മയോട് അങ്ങനെ ചോദിക്കും? വേണ്ട വേണ്ട, ചോദിച്ചിട്ടുണ്ട് നൂറ് സംശയങ്ങളായിരിക്കും. ഇനിയിപ്പോൾ ഒരു നിമിഷം പോലും നിനക്ക് കാണാതിരിക്കാൻ പറ്റില്ലേ എന്നൊക്കെ പറഞ്ഞ് കളിയാക്കൽ തുടങ്ങും. വേണ്ട, താൻ തന്നെ കണ്ടുപിടിക്കുന്ന ബുദ്ധി എന്നോർത്ത് ആദർശ് ഇങ്ങനെ അവിടെ മൊത്തം നോക്കുവാണ്, നയന എവിടെ എവിടെയും ഉണ്ടോന്ന്. പക്ഷെ ഒരിടത്തും കണ്ടില്ല. എവിടെ പോയി അവള്? അപ്പൊ ജാനകി പെട്ടെന്ന് ചോദിച്ചു, എന്താടാ നീ അവിടെ നോക്കുന്നേ? നീ ആരെയും നോക്കുവാണെന്ന് ചോദിക്കും. അല്ല ചെറിയമ്മ, അത് കാര്യം പറ. അതെന്നായാലും ഇങ്ങോട്ട് എങ്ങാനും വന്നായിരുന്നോ? അവളെ മുറി കണ്ടില്ല. ഓ അതാണ് കാര്യം. എനിക്കറിയായിരുന്നു നോക്കുന്ന കാണുമ്പോഴേ. ഒരു 5 മിനിറ്റ് പോലും അവളെ കാണാതിരിക്കത്തില്ലല്ലേ? കൊള്ളാടെ മോനെന്ന് പറയണേ. ഞാൻ കണ്ടില്ല അവളെ, കുറെ സമയമായല്ലോ, അവൾ ഇതിനായിട്ട് ഇങ്ങോട്ട് പോലും കണ്ടില്ല എന്ന് പറയണേ. നീ അപ്പുറം എവിടെയെങ്കിലും നോക്ക്, അവിടെ എവിടെയെങ്കിലും കാണുമെന്ന് പറയാണ്. ഒരു കാര്യം ചെയ്യ, പുറത്തു പോയി നോക്കാൻ പറയാണ്. ഈ സമയത്ത് അനിയുടെ അച്ഛനും അങ്ങോട്ട് കടന്നു വരുന്നേ. അല്ല എന്താ രണ്ടുപേരും കൂടെ ഒരു ചർച്ച? അല്ല നയനമോളെ കണ്ടില്ലെന്ന് പറഞ്ഞ് ആദർശ് ഇവിടെ തപ്പിക്കൊണ്ട് വന്നിരിക്കുന്നു. ഓ അവൻ അങ്ങനെയാണല്ലോ, ഇപ്പൊ ഭയങ്കര സ്നേഹമാണല്ലോ. ഒരു 5 മിനിറ്റ് പോലും കാണാതിരിക്കാൻ പറ്റാത്ത സ്നേഹം. എവിടെ പോവാനാ? അവിടെ എവിടെയും കാണുമെന്ന് പറയാം. അല്ല താഴെ പുൽത്തകടിയിൽ എങ്ങനെ ഉണ്ട്? അവിടെയില്ല, ഞാനിപ്പോ അവിടെ വോക്കിംഗ് നടത്തിയിട്ടല്ലേ ഇങ്ങോട്ട് വന്നേ, അവിടെ എങ്ങും ഇല്ലാന്ന് പറയണം. അവിടെ എവിടെയെങ്കിലും കാണുമെന്ന് പറയാം. ജാനകി പറഞ്ഞു, എന്ത് പറയാനാ, ഇപ്പൊ ആദർശന് എന്നെ അവിടെ കാണാതിരിക്കാൻ പറ്റില്ല. അനിയുടെ അച്ഛൻ പെട്ടെന്ന് പറഞ്ഞു, അതൊക്കെ ഇങ്ങനെയൊക്കെ തന്നെയാ, കല്യാണം കഴിയുന്ന ആദ്യത്തെ കുറെ കാലങ്ങളെ ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും, കാണാതിരിക്കാൻ പറ്റില്ല, ഒന്നിച്ചിരിക്കണം, ഒന്നിച്ച് നടക്കണം, പിന്നെ ആകുമ്പോൾ തന്നെ അതൊക്കെ അങ്ങോട്ട് പോകും. ജാനകി ചോദിച്ചാൽ അങ്ങനെയാണോന്ന് ചോദിക്കുക. അല്ല ഞാൻ പൊതുവെ ഒരു തത്വം പറഞ്ഞ, നമ്മുടെ കാര്യത്തിൽ അങ്ങനെയൊന്നും അല്ല കേട്ടോ എന്ന് പറയണേ. പിന്നീട് ആദർശ് അവിടെ നിന്ന് അങ്ങോട്ട് കയറി പോണെങ്കിൽ ഇപ്പൊ എവിടെ പോയി അവളെ നോക്കും? അവിടെ എല്ലാം നോക്കിയിട്ടൊന്നും കണ്ടില്ല. ഇനി മുത്തശ്ശന്റെ മുറി കാണോ? അവിടെ ഈ സമയത്ത് ഉറങ്ങി കാണോ? ഇതിനിപ്പം മുത്തശ്ശന് വയ്യാത്തോണ്ട് ഇനി അവിടെ എങ്ങാനും പോയി സംസാരിച്ചിരിക്കണമെന്ന് അറിയത്തില്ല. പോയി നോക്കാം എന്നോർത്തുകൊണ്ട് പതുക്കെ ആദർശം മുത്തശ്ശന്റെ ഒക്കെ മുറിയിലേക്ക് വരുവാണ്. പതുക്കെ തുറന്നു കഴിയുമ്പോഴത്തേനും മുത്തശ്ശനും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന. പക്ഷെ നയനെ അവിടെ കണ്ടില്ല. എന്താടാ മോനെ നീ പാതിരാത്രിയിൽ ഇങ്ങോട്ട് വന്നേ? എന്തായാലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കണേ. ഒന്നുമില്ല മുത്തശ്ശ, ഞാനേ ഒരു ഗുഡ് നൈറ്റ് പറയാൻ വന്നാന്ന് പറയാം. ഗുഡ് നൈറ്റ് പറയാനോ? ഇപ്പോഴല്ലേ നീ ഇവിടെ നിന്ന് പോയത്, പിന്നെന്താ ഗുഡ് നൈറ്റ് പറയാനായിട്ട്? മുത്തശ്ശി പറഞ്ഞു, അല്ല എന്തോ ഉണ്ട്, നീ എന്നെ ഒന്ന് ഒളിപ്പിച്ചു വെക്കണ്ട, നിനക്ക് എന്നോട് കള്ളത്തരം പറയാൻ അറിയത്തില്ല, എന്താ മോനെന്ന് ചോദിക്കണം. അല്ല നയന ഇവിടെ എങ്ങനെ ഉണ്ടോന്ന് അറിയാൻ വേണ്ടി വന്ന. നയനമോൾ എന്ത് ചെയ്യാന്ന് ചോദിക്കും. പെട്ടെന്ന് മുത്തശ്ശൻ അങ്ങനെ ചാടി എഴുന്നേക്കുക.
മുത്തശ്ശൻ ഇങ്ങനെ ടെൻഷൻ അടിക്കില്ലേ? നയനെ മുറി കണ്ടില്ല. അപ്പൊ ഞാനോടത്ത് ഇവിടെ വന്ന് സംസാരിക്കുന്നുണ്ടായിരിക്കുന്നു. അവൾ അപ്പുറത്ത് എവിടെയെങ്കിലും കാണുമെന്ന് പറയാണ്. ശരിയാണല്ലോ അല്ലേ? അത് മുത്തശ്ശ കുഴപ്പമൊന്നും ഇല്ലെന്നേ. അല്ല നിങ്ങൾ തമ്മിൽ വല്ല വഴക്കെന്തേലും ഉണ്ടായി നിൽക്കണം. വഴക്കോ? ഞങ്ങൾ തമ്മിലോ? ഒരു വഴക്കം ഉണ്ടായിട്ടില്ലെന്ന് പറയണം. മുത്തശ്ശിയോട് സത്യം പറയണം കേട്ടോ. നീ ആയതുകൊണ്ട് എനിക്കത്ര വിശ്വാസം പോരാ. ഏയ്, എവിടെ വഴക്കുണ്ടാകാനായിട്ട്? വൈകുന്നേരം കൂടെ ഞങ്ങൾ നല്ല സന്തോഷത്തോടെ അല്ലേ വർത്താനം പറഞ്ഞ്. പിന്നെ എവിടെയാ മുത്തശ്ശി വഴക്കുണ്ടാകുന്ന ചോദിക്കണം. ശരിയാ. അതെ, അവളെ പോയി നോക്ക്. കണ്ടില്ലെങ്കിൽ വിളിക്കണം. നീ ഒരു കാര്യം ചെയ്യ, അവളുടെ ഫോണിലേക്ക് ഒന്ന് വിളിച്ചു നോക്കാൻ പറയാണ്. ശരി മുത്തശ്ശാന്ന് പറഞ്ഞുകൊണ്ട് ആദർശ് പുറത്തേക്ക് ഇറങ്ങി വരുവാണ്. ഇറങ്ങി വന്നിട്ട് നയനയുടെ ഫോണിലേക്ക് വിളിച്ച് കഴിഞ്ഞപ്പോൾ സ്വിച്ച് ഓഫ് എന്ന് പറഞ്ഞു. ദൈവം, ഇവളിത് എവിടെ പോയി? ഇനിയിപ്പോൾ ഇത് എവിടെ പോയി തപ്പൂന്നൊരു ചിന്തയായി ആദർശിന്റെ ഉള്ളിലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി എന്ത് ചെയ്യുമെന്നായിപ്പോയി. പിന്നീട് കാണിക്കുന്ന പറഞ്ഞിട്ടുണ്ടെങ്കിൽ കനകയും ഗോവിന്ദനും കൂടെ വീട്ടിലേക്ക് വരുവാണ്. അപ്പൊ വീട്ടിൽ വന്നപ്പോൾ ലൈറ്റ് പോലും ഇട്ടിട്ടില്ല. മൊത്തം അന്ധകാരമാ. നോക്കിക്കഴിഞ്ഞപ്പോ നന്ദു ആ ചേറ ഇരിക്കുന്നുണ്ടു. ഇതെന്താ നന്ദുകൂട്ടാ നീ ഇങ്ങനെ ഇരിക്കുന്നേ? നീ ഒരു ലൈറ്റ് പോലും ഇടാത്ത എന്താന്ന് ചോദിക്കുകയാണ്. അമ്മേ, എനിക്ക് വിശക്കുന്ന അമ്മ, എനിക്ക് എന്തേലും ഉണ്ടാക്കി തരാൻ പറ. ഇതുവരെയായിട്ട് നീ ഫുഡൊന്നും കഴിച്ചില്ലെന്ന് ചോദിക്കുകയാണ്. ഇല്ലമ്മേ. എന്ത് പറ്റും നന്ദുകൂട്ടാ നിനക്ക്? നീ ആകെപ്പാടെ വല്ലാതിരിക്കുന്നല്ലോ. എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കുകയാണ്. എനിക്ക് ഒരു പ്രശ്നവും ഇല്ലമ്മേ എന്ന് പറയാം. അല്ല, എന്തോ ഉണ്ട് എൻ്റെ മോൻ, എന്തോ പറ്റിയിട്ടുണ്ട്. കാര്യം എന്നാ നീ അമ്മയോട് പറ. ഇനി അവിടെ ഉണ്ടായിരിക്കുന്ന എന്തേലും പ്രശ്നമാണോ? അനിയുടെ കാര്യം എന്തേലും ഓർത്തിട്ടാണ്. ദേ തുടങ്ങി. എനിക്ക് ഫുഡും വേണ്ട, ഒന്നും വേണ്ട. അമ്മയോട് ചോദിച്ച് എന്നെ വേണം പിടിച്ചിട്ട് തല്ലാന് എന്നും പറഞ്ഞുകൊണ്ട് ചാടത്തുള്ളി അങ്ങോട്ട് നന്ദു അകത്തേക്ക് കയറി പോവാണ്. കനയ്ക്കൊന്നും മനസ്സിലായില്ല. അങ്ങോട്ട് മുറിയിലേക്ക് കയറി ചെന്നപ്പോൾ നന്ദുവിന് സങ്കടം സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. നന്ദു ആ ഫോൺ അങ്ങോട്ട് ആ ടേബിളിലേക്ക് ഇടുവാണ്. പിന്നീട് കണ്ണാടിയുടെ മുന്നിൽ പോയി നിന്ന് സ്വന്തം മനസാക്ഷിയോട് തന്നെ ചോദിക്കുവാണ്, തനിക്ക് എന്താ പറ്റിയത്? അനിയും അനാമികയും തമ്മിൽ ഒന്നിച്ചു കണ്ടു കഴിഞ്ഞപ്പോ തനിക്ക് മനസ്സിൽ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായി. അതാണോ കാരണം? അമ്മ ചോദിച്ചപ്പോ താൻ എന്തിനാ അമ്മയോട് ദേഷ്യപ്പെട്ടെ? ഒന്നും എനിക്കിങ്ങ് മനസ്സിലാകുന്നുണ്ട്. അപ്പൊ അനിയുടെ മനസാക്ഷി അനിയോട് സംസാരിക്കുക. എനിക്കറിയാം നിന്റെ മനസ്സിലെ വേദന എന്താന്ന്. അനിയ അനാമിക ഒന്നിച്ചു കണ്ടോണ്ടല്ലേ അവരെ എങ്ങനെയും പിരിക്കണം. അതല്ലേ നിന്റെ മനസ്സിലെ ചിന്ത. നീ അവനെ ശരിക്കും ഇഷ്ടപ്പെട്ടു തുടങ്ങിയിട്ടുണ്ട് അനിയെ. പക്ഷെ നീ ഒന്ന് വിചാരിക്കണം, നീ ഇത് ഈ കല്യാണം മുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഇത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന നിന്റെ 2 ചേച്ചിമാരെ ആയിരിക്കും. നിന്റെ 2 ചേച്ചിമാർ അവിടെ ഉണ്ടെന്നുള്ള നിന്റെ ചിന്ത വേണം കേട്ടോ. ഇങ്ങനെ മനസാക്ഷി അവളോട് പറയുമായിരുന്നു. പെട്ടെന്ന് ഫോൺ ബെല്ലടിച്ചു. നന്ദു നോക്കിയപ്പോൾ അവനെ വിളിക്കുന്നത്, അനിയെ വിളിക്കുന്നത്. മനസാക്ഷി കോൾ എടുത്ത് സംസാരിക്കാൻ പറയാണ്. നന്ദുവിനാണ് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലായിരുന്നു. പിന്നീട് കാണിക്കുന്ന പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ എല്ലാം നോക്കിയിട്ട് കാണാഞ്ഞിട്ട് ആദർശ് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് മുത്തശ്ശനും മുത്തശ്ശിയും കൂടെ അങ്ങോട്ട് ഇറങ്ങി വന്നിട്ട് ചോദിച്ചു, എന്താ മോനെ കണ്ടില്ലേന്ന് ചോദിക്കുവാണ്. ഇല്ല മുത്തശ്ശ. പിന്നെ അവളിത് എവിടെ പോയെന്ന് ചോദിക്കുവാണ്. എനിക്കറിയില്ല എവിടെ പോയെന്ന്. ഒരു കാര്യം ചെയ്യ, നീ പുറത്തൂടെ ഒന്ന് പോയി നോക്കാൻ പറയാണ്. ആകെപ്പാടെ ടെൻഷനായി പോയി മുത്തശ്ശനും മുത്തശ്ശിക്കും. ഇനി എന്തേലും സത്യം പറഞ്ഞ് ഞങ്ങളോട്, എന്തേലും ഒരു വഴക്കോ പ്രശ്നങ്ങളോ എന്തേലും ഉണ്ടായിട്ട് ഞങ്ങളോട് പറയാൻ പറയാണ്. ഇല്ല മുത്തശ്ശി, ഉറപ്പായിട്ടും ഇല്ല. ഒരു വഴക്കുകളും പ്രശ്നങ്ങളും ഒന്നും ഉണ്ടായിട്ടില്ലെന്ന് പറയാണ്. അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ബാക്കി എല്ലാവരും കൂടെ അങ്ങോട്ട് വരുന്നത്. എല്ലാവരുടെ ഉറക്കം പോയി. എല്ലാവരും അങ്ങോട്ട് വരുവാണ്. കണ്ണായനെ കണ്ടില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും എല്ലാവരും കൂടെ വന്നു. അപ്പൊ ദേവേനി വന്നിട്ട് ചോദിച്ചു, എന്താണ് മോനെ, എന്താ സംഭവിച്ചേ? ഈ അമ്മയോട് തുറന്നു പറ. നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ തുറന്നു പറയാൻ പറയണം. അമ്മയോട് എന്തിനമ്മ ഞാൻ കള്ളം പറയണേ? ഞങ്ങൾ തമ്മിൽ വഴക്കൊന്നും ഉണ്ടായിട്ടില്ല. അങ്ങനെ ഞാൻ വഴിയില്ലോ ആദർശേ. അങ്ങനെയാണെങ്കിൽ അവൾ ഈ വീട് വിട്ട് പോകത്തില്ലോ എന്ന് പറയാണ്. ഇനി അവൾ അവളുടെ വീട്ടിലേക്ക് പോയിട്ടുണ്ടോ അമ്മേ? അങ്ങനെ വരത്തില്ല. അവൾ അങ്ങനെ വീട്ടിലേക്ക് പറയാതെ പോകുന്നവളല്ലാന്ന് പറയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ആകെപ്പാടെ ഞെട്ടിത്തിരിച്ചിരിക്കുകയാണ് ബാക്കി എല്ലാവരും. അപ്പൊ ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രൊമോയും ഞാൻ വരാട്ടോ. നയനയ്ക്ക് എന്ത് സംഭവിച്ചെന്ന് നമുക്ക് അറിയണ്ടേ. അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.